ഇന്നലെ AIYF മാർച്ചിന് നേരെ ജലപീരങ്കി പ്രയോഗിച്ചപ്പോൾ മലിനജലം ഉപയോഗിച്ചെന്ന ആരോപണം ഇന്നും നിയമസഭയിൽ ചർച്ചയായി. പ്രതിപക്ഷ നേതാവ് സഭയിൽ കൊണ്ടുവന്ന വെള്ളം റോഡിൽ നിന്നും കോരി കുപ്പിയിൽ നിറച്ചതാണെന്ന് VS ജോയി MLA ആരോപിച്ചു. പ്രതിപക്ഷ നേതാവ് നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും ഭരണപക്ഷം കുറ്റപ്പെടുത്തി. AIYF മാർച്ചിന് നേരെ ജലപീരങ്കി പ്രയോഗിച്ചപ്പോൾ അത്യധികം മലിനമായ ചെളിവെള്ളമാണ് ഉപയോഗിച്ചതെന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് ഇന്നലെ നിയമസഭയിൽ ഉന്നയിച്ചത്. തെളിവായി കുപ്പിയിൽ ശേഖരിച്ച ജലവും പ്രതിപക്ഷ നേതാവ് സഭയുടെ മേശപ്പുറത്ത് വെച്ചു. ഇത് കലക്കവെള്ളമാണ്, ഏതോ തോട്ടിൽ നിന്നെടുത്ത വെള്ളമായിരിക്കും. ഇത് അമീബിക് മസ്തിഷ്ക ജ്വരമടക്കം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വെള്ളമായിരിക്കും. അത്തരത്തിലുള്ളൊരു വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യം എന്താണ്? സാധാരണ വെള്ളം തന്നെ ഉപയോഗിക്കാമല്ലോ. എന്നാൽ AIYF പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ച ശേഷം റോഡിൽ കിടന്ന വെള്ളം കോരി കുപ്പിയിലാക്കിയ ദൃശ്യം ഭരണപക്ഷത്തിന് ആയുധമായി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന ഗുരുതര ആരോപണമാണ് ബജറ്റ് ചർച്ചയ്ക്കിടയിൽ VS ജോയി MLA ഉന്നയിച്ചത്. ഞങ്ങളൊക്കെ ജലപീരങ്കിയുടെ മുമ്പിൽ ഒരുപാട് സമരം ചെയ്തവരാ. എങ്ങനെയാണ് ജലപീരങ്കി അടിക്കുമ്പോൾ ഈ വെള്ളം കുപ്പിയിൽ കരുതി വെക്കാൻ കഴിയുമെന്ന് ഞങ്ങളൊക്കെ ധരിച്ചാണ്. ഞങ്ങളൊക്കെ ചോദ്യം ഉന്നയിച്ചാണ്. ജലപീരങ്കി അടിച്ച വെള്ളം റോട്ടിൽ തളം കെട്ടി നിൽക്കുകയാണ്. ആ തളം കെട്ടി നിൽക്കുന്ന വെള്ളം AIYFന്റെ പ്രവർത്തകർ കുപ്പിയിൽ കോരിയെടുക്കുകയാണ്. കലക്കവെള്ളം റോട്ടിൽ നിന്ന് കോരിയെടുത്തുകൊണ്ടുവന്ന് ഈ സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. ആധികാരികമായിട്ടാണ് സാർ ഇത് പറയുന്നത്. PM ശ്രീ പദ്ധതിക്കെതിരെ ഇന്നലെ AIYF നടത്തിയ മാർച്ചിന് നേരെയുണ്ടായ ജലപീരങ്കി പ്രയോഗത്തിൽ ചെളിവെള്ളമാണ് സമരക്കാർക്ക് മേൽ വീണത്. ചിലർക്ക് ഇതുമൂലം ചൊറിച്ചിലുമുണ്ടായി. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഒരു പ്രവർത്തകൻ റോഡിൽ നിന്ന് ഈ വെള്ളം കയ്യിൽ കോരിയെടുത്ത് കുപ്പിയിലാക്കിയത്. ജലപീരങ്കി പ്രയോഗത്തിൽ നനഞ്ഞ വസ്ത്രവുമായി CPI നേതാവ് K രാജൻ നിയമസഭയിലേക്ക് മടങ്ങിയത് ഈ കുപ്പിയിൽ നിറച്ച വെള്ളവുമായാണ്. മലിനജലമാണ് ജലപീരങ്കിൽ പ്രയോഗിച്ചതെന്ന സംശയവും ഗൗരവമായി എടുത്ത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വെള്ളം പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനിടയിൽ ജലപീരങ്കിൽ നിന്ന് റോഡിലേക്ക് തെറിച്ച കലങ്ങിയ വെള്ളം പ്രവർത്തകൻ കുപ്പിയിൽ ശേഖരിച്ച ദൃശ്യങ്ങളും ചിത്രങ്ങളും പുറത്തുവന്നതോടെ പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാനാണ് ഭരണപക്ഷത്തിന്റെ ശ്രമം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.